എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കൊരു സുന്ദരമായ കഥ പറഞ്ഞാലോ? അതേ, ഇസ്ലാമിക ചരിത്രത്തിലെ അതിമനോഹരമായ കഥ. എന്നും ലോക മുസ്ലിങ്ങൾ അത്ഭുതത്തോടെ ഓർക്കുന്ന കഥ. അതെ, മഹാനായ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായേലിന്റെയും മഹദി ഹാജറ ബീവിയുടെയും സുന്ദരമായ ജീവിതകഥ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ബാഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെ ഊർ, ഇറാഖ് എന്ന സ്ഥലത്താണ് ഇബ്രാഹിമിന്റെ ജനനം. പിതാവ് ആസറിന് വിഗ്രഹനിർമ്മാണമായിരുന്നു ജോലി. എന്നാൽ വിഗ്രഹങ്ങളോട് ഇബ്രാഹിമിനെ ബാല്യം മുതലേ വെറുപ്പായിരുന്നു. ഏകനായ ദൈവത്തിൽ അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചു. സാറയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ ഭാര്യ. വർഷങ്ങൾ നീണ്ടുനിന്ന ദാമ്പത്യജീവിതത്തിലും അവർക്ക് സന്താനങ്ങളൊന്നും പിറന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസലാം എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ സാറാ ബീവി ഇബ്രാഹിം നബി അലൈഹിസലാമിനോട് വേറൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ അടിമയായ ഹാജറ ബീവിയെ ഇബ്രാഹിം നബി അലൈഹിസലാം വിവാഹം ചെയ്യുന്നു. നിരന്തരമായ പ്രാർത്ഥനയിൽ ഹാജറ ബീവിക്ക് ഒരു കുഞ്ഞു പിറന്നു. അപ്പോൾ ഇബ്രാഹിം നബിക്ക് 86 വയസ്സായിരുന്നു. ഇസ്മായിൽ എന്നായിരുന്നു ആ കുഞ്ഞുമോന്റെ പേര്. വർഷങ്ങൾക്ക് ശേഷം സാറാ ബീവിയിൽ ഒരു കുഞ്ഞു പിറന്നു, ഇസ്ഹാക്ക്. പിതാവും രാജാവും നാട്ടുകാരും ഏകദൈവ ആരാധനയ്ക്ക് എതിരായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസലാം നാടുവിട്ടു. ഒപ്പം ഹാജറ ബീവിയും ഇസ്മായിലും ഉണ്ടായിരുന്നു. എത്തിയത് ബക്ക അഥവാ മക്ക എന്ന സ്ഥലത്തായിരുന്നു. വരണ്ടതും വിജനവുമായ തായ് വരെയായിരുന്നു മക്ക. അല്ലാഹു തന്റെ പ്രിയപ്പെട്ട ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസലാമിനെ പരീക്ഷിക്കാൻ തുടങ്ങി. ഏതൊരു പിതാവിന്റെയും ഉള്ളം പിടയുന്ന സമയമായിരുന്നു അത്. അല്ലാഹു ഇബ്രാഹിം നബിയോട് പറഞ്ഞു, "ഓ ഇബ്രാഹീമേ, നീ നിന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഈ മരുഭൂമിയിലാക്കി തിരിച്ചുപോകുക." ഒട്ടും സംശയിക്കാതെ ഇബ്രാഹിം നബി അലൈഹിസലാം പുറപ്പെട്ടു. പോകാനൊരുങ്ങുന്ന ഇബ്രാഹിം നബിയോട് ഹാജറ ബീവി ചോദിച്ചു, "ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണോ?" "അതെ" എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. പിന്നീട് ഹാജറ ബീവി കൊണ്ടുവന്ന വെള്ളവും ഭക്ഷണവുമെല്ലാം തീർന്നു. വിശപ്പും ദാഹവും കൊണ്ട് കുഞ്ഞുമകൻ ഇസ്മായിൽ കരയാൻ തുടങ്ങി. ആ മരുഭൂമിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിജനമായ മരുഭൂമി നോക്കി ഹാജറ ബീവി വെള്ളത്തിനുവേണ്ടി സഫാ മർവ മല കയറിയിറങ്ങി. എവിടെയും വെള്ളം കണ്ടെത്തുവാൻ സാധിച്ചില്ല. അങ്ങനെ ഹാജറ ബീവി അത്ഭുത കാഴ്ച കണ്ട് തിരിച്ചുനിന്നു. കുഞ്ഞുമകൻ ഇസ്മായിൽ കാലിട്ടടിച്ച സ്ഥലത്തുനിന്ന് വെള്ളമുറ പൊട്ടിയൊലിക്കുന്നു. കുഞ്ഞുമോന്റെ കാലിന്റെ അടിയിൽ നിന്ന് വെള്ളം കണ്ട ഹാജറ ബീവി ഓടിവന്ന് വെള്ളം തടയാൻ ശ്രമിച്ചു. നിലക്കാത്ത വെള്ളത്തിന്റെ ഉറവ കണ്ട ഹാജര, "സംസം, നീ അടങ്ങുക" എന്നു പറഞ്ഞു. അങ്ങനെ സംസം എന്ന വെള്ളം ലോകാത്ഭുതമായി. ഇബ്രാഹിം നബി തിരിച്ചുവന്നു. വെള്ളം വന്നതോടുകൂടി മക്ക ജനവാസ കേന്ദ്രമായി. ഇസ്മായിൽ നബി അലൈഹിസലാം വളർന്നു. വാപ്പയുടെ കൈപിടിച്ചു നടക്കുന്ന പ്രായത്തിൽ മകൻ ഇസ്മായിലിനെ ബലിയറുക്കാൻ അല്ലാഹു ഇബ്രാഹിമിനോട് കൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം നബി മകനെ അറുക്കാൻ പുറപ്പെട്ടു. അല്ലാഹു തന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസലാം മകൻ ഇസ്മായിൽ അലൈഹിസലാം യാതൊരു മടിയും കൂടാതെ അതിന് തയ്യാറാവുകയായിരുന്നു. മകനെ അറുക്കാൻ ഇബ്രാഹിം നബി അലൈഹിസലാം മൂർച്ചയേറിയ വാൾ കഴുത്തിനടിപ്പിച്ചപ്പോൾ ആകാശത്തുനിന്ന് ഒരു അശരീരി പുറപ്പെട്ടു. "മകനു പകരം നീ ആടിനെ അറുക്കുക." അങ്ങനെ ജിബ്രീൽ അലൈഹിസലാം ആടുമായി വന്നു ഇസ്മായിൽ നബിക്ക് പകരം ആടിനെ അറുത്തു. ഇതിനെ സ്മരിച്ചുകൊണ്ട് ഇന്നും ലോക മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. കനിവോടെ കേട്ടതിന് നന്ദി കുട്ടികളെ. നിങ്ങൾക്ക് ഇബ്രാഹിം നബിയുടെ കഥ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇനിയും ഇങ്ങനെ അത്ഭുതങ്ങളും ഉപദേശങ്ങളും നിറഞ്ഞ കഥകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റിൽ എഴുതി തരൂ. പിന്നെ നമ്മളെപ്പോലെ കഥകൾ ഇഷ്ടപ്പെടുന്ന മിടുക്കന്മാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും പുതിയ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം. ബൈ.